വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നൊരു അടിപൊളി ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ പേസ്റ്റിന് പകരം നിങ്ങൾക്കത് ചതച്ചിട്ടോ അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ, പ്രശ്നമില്ല. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, അതല്ലെങ്കിൽ വേണ്ട കേട്ടോ, ഒഴിവാക്കാം, സ്കിപ്പ് ചെയ്യാം. പിന്നെ 1.5 ലിറ്റർ വാട്ടർ, നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.5 ലിറ്റർ എടുത്തത് നമ്മൾ ചിക്കനെല്ലാം വേവിച്ച് വരുമ്പോൾ അത് 1 ലിറ്ററായിട്ട് കുറഞ്ഞു വരും. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന വരെ നന്നായി വേവിച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ച് മാറ്റി വെക്കുക. അതിലുള്ള ഉള്ളി ഐറ്റംസും എല്ലാം കളയുക. ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ, അത് കളയണ്ട. പിന്നെ സ്റ്റോക്ക് വാട്ടറും മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും, അതുപോലെ തന്നെ ഒരു സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തത്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബട്ടറിൽ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് കോണും ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഒരിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതിങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ആ ചിക്കനിൽ ബട്ടറിൻ്റെ ഫ്ലേവറും എല്ലാം ഉള്ളിയുടെ ഫ്ലേവറും എല്ലാം അതിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് അതൊന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുങ്ങനെ നൂല് പോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ വലിയ വലിയ പീസായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ സാവധാനം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് എഗ്ഗ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നോർമൽ വാട്ടറിൽ തന്നെ കലക്കി മിക്സ് ചെയ്ത് അതും ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അപ്പോൾ മെല്ലനെ ചേർത്ത് കൊടുക്കുക, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതൊന്ന് തിക്കായിട്ട് വരും. നല്ല ഓവറായിട്ട് തിക്കാക്കി എടുക്കണ്ട. നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിക്കായി വരൂലേ, ഒരു കുടിക്കാനുള്ള കൺസിസ്റ്റൻസി, ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ അത് ഒന്നും കൂടി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായിക്കോളും. പിന്നെ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത്രയും അടിപൊളി സൂപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.